സീരീസ് ആണ് നമുക്ക് ഞാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച നമുക്ക് പുതിയ 7 സീരീസ് പരിചയപ്പെടാം. ഹലോ 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 എന്താ അല്ല ആരാണത് കൊണ്ടുവന്നത്? നീയാ കൊണ്ടുവന്നത്? ഞാനല്ല ഇപ്പോൾ ഓടിച്ചു വന്നത്. പക്ഷെ ആൾക്കാർ കഴിച്ചാൽ ഞാണെന്ന് ഓരോ കൊണ്ടുവന്നതല്ല, ഞാനാ കൊണ്ടുവന്നപ്പോൾ വഴിയിൽ നിന്ന് കയറി ഇരുന്നതാണ്. എന്നിട്ട് ചാടി കയറി ഫസ്റ്റ് തന്നെ ഹോസ്റ്റ് ചെയ്യാൻ നിൽക്കുക അല്ലേ? തീർച്ചയായും. എന്താ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുള്ളത്? ന്യൂ 7 സീരീസ് ഫേസ് ടു ഫേസ് 7 സീരീസ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ന്യൂ. അത് മാത്രം പറഞ്ഞാൽ പോരെ, ഇന്ന് വേറെ പ്രത്യേകത ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയണ്ട, അത് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. ഞാനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പ്രശ്നം കഴിഞ്ഞില്ല. പുതിയ 7 സീരീസ് അതിനി പറഞ്ഞു 7 സീരീസ് മാത്രം എന്ന് പറഞ്ഞാൽ പോരാ. 745 LE എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ കയറി വന്ന് 745 LE എന്താ? പുതിയ 745 LE ഇതാണ് നമ്മുടെ BMW 7 സീരീസിൽ വന്നേക്കുന്ന ആദ്യത്തെ ഹൈബ്രിഡ് വേർഷനാണിത്. വെറും ഹൈബ്രിഡ് അല്ല, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേർഷൻ. ഓക്കെ, സോ പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലായിട്ടുള്ള 745 LE ആണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം. ഇതിൻ്റെ തന്നെ ഫസ്റ്റ് ഡ്രൈവും ആണ്. കാരണം ദിസ് കാർ ഹാസ് ഗോൺ ടു ഹോമോലോഗേഷൻ. ചിലപ്പോൾ നിങ്ങൾ ടി വിയിലെല്ലാം വേറെ ആരും കാണുന്നത് കണ്ടാൽ നമ്മളിന്നിപ്പോൾ ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞാൽ 17-ാം തീയതി. ലൈറ്റ്സ് പുതിയ വന്നിരിക്കുന്ന മോഡൽ, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വലിയ ഗ്രില്ല്, മറ്റേ വിഷൻ എക്സലൻസിൽ ഉണ്ടായിരുന്ന ഹ്യൂജ് ഗ്രിൽ. വിഷൻ യു മീൻ BMW? ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ, വലിയ ഗ്രില്ലാണ് പുതിയ ട്രെൻഡ് എന്നാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഗ്രില്ല് ഇഷ്ടപ്പെട്ടു തുടങ്ങി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു. ആക്സെപ്റ്റൻസ് വരും എന്തായാലും, കാരണം അത് കുറച്ച് കാലം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആക്സെപ്റ്റൻസ് വരും. അതെ, അത് ലൈക്ക് ഇറ്റ്സ് ഗ്രോണിങ് ഓൺ അസ്. ഇനീഷ്യലി 7 സീരീസിൻ്റെ നമുക്കറിയാം ആ മൈമല്ലോ, വലിയ ഗ്രില്ല് വലുതേ കാർ അനുസരിച്ചിട്ട് വലുതാവുന്ന രീതിയെല്ലാം കണ്ടു. പക്ഷേ ടു ബി ഫ്രാങ്ക് നല്ല പ്രസൻസാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ കാർ റണ്ണിങ്ങിൽ വരുമ്പോൾ കിട്ടുന്ന പ്രസൻസ്, എസ്പെഷ്യലി ഇത്രയും വലിയൊരു ക്രോം പോർഷനും ആ ഒരു ഷേപ്പ്. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴേക്കാളും എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ കാണുമ്പോഴാണ്. ഒരു 3D എഫക്റ്റ് ഉണ്ട്, വലിയ ഗ്രില്ലാണ്, ഫ്രണ്ട് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈറ്റ്സ് ആണ്. ഓക്കെ, ലൈറ്റ്സ് വളരെ തിന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലേസർ ലൈറ്റ് ബ്ലൂ ആക്സൻസ് വന്നേക്കുന്നത്, അത് ഏത് കളറിനോട് ഞാൻ ഈ ബ്രൗണിലൂടെ മാച്ച് ചെയ്യൂല എന്നാണ്. പക്ഷെ നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു കളറും സ്പെഷ്യൽ കളർ കേട്ടോ. ഇത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന മോഡലാണ്. BMW ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ബിസ്പോക്ക് ചെയ്യുന്ന പ്രോഗ്രാം ഇൻഡിവിജ്വൽ. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിട്ടുള്ള 760 എല്ലായാലും ആ ഇൻഡിവിജ്വൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ കളർ ഒരു സ്പെഷ്യൽ കളറാണ്. എനിക്കെന്തോ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചേഞ്ച് നീ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു മാറ്റം ലോഗോനുണ്ട്. BMW ലോഗോ അങ്ങനെ തന്നെ മാറിയിട്ടില്ല. കം ഓൺ മാൻ, ഗ്രോൺ ബിഗ്. ലോഗോ വലുതായിട്ടുണ്ട്, വലിയൊരു ലോഗോ കൂടെ. എന്താണെങ്കിലും ചേഞ്ച് ഉണ്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഭാഗമുണ്ട്, ബമ്പറാണ്. ബമ്പറിന് ഇനി ഡീറ്റെയിൽ കണ്ടോ, വളരെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഡിസൈനാണ്, നല്ലൊരു എയർ ഫ്ലോ ഉള്ള ഒരു ഡിസൈൻ. സാധാരണ M സ്പോട്ട് ഗ്രില്ലാണ് അല്ലെങ്കിൽ M സ്പോട്ട് ബമ്പറാണ് കുറച്ചുകൂടെ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ലെങ്കിൽ ഈ ഒരു ബമ്പറാണ് കൂടുതൽ ആൾ ഇഷ്ടപ്പെട്ടത്. കുറച്ച് എലഗൻറ്റ് ബമ്പറാണെങ്കിൽ കൂടി ആ ഡിസൈൻ എലഗൻസ് ആണ് മാച്ച് ആവുന്നത്. യെസ്. പിന്നെ ഇതിനൊരു ഷട്ടർ സിസ്റ്റം ഉണ്ട്. BMW പല മോഡലും നമ്മൾ കണ്ടാണ്. വണ്ടിക്ക് എയർ ആൻഡ് ടേക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ആവുന്ന ഒരു ഷട്ടറാണ്. ബേസിക്കലി എന്താ വെച്ചാൽ എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറയും. പ്രത്യേകിച്ച് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ റേഞ്ച് കൂടും. ഈ ഗ്രില്ലിൽ തന്നെ ഒരു റഡാറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പാക്കേജിങ് എല്ലായിടത്തും വന്നു. ക്യാമറ റഡാറിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്നു. സാധാരണ മറ്റേ ഇച്ചിരി ഓക്വേർഡ്സ് ഫീൽ ചെയ്യും, കാരണം വേറെ വണ്ടിയിൽ കാണുന്ന ഒരു വലിയ റഡാറിൻ്റെ ഒരു പീസ് പോലെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലുക്സ് നൈസ്. സോ ഫ്രണ്ട് കോൺട്രവേഴ്ഷ്യൽ ആണ്, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ദാറ്റ് ഈസ് വെറ്റ് നോർമലി ദ പീപ്പിൾ ഹാവ്. നിങ്ങൾക്കൊന്നും തന്നെ നോക്കിയാൽ വരും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടാവും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആളും ഇഷ്ടപ്പെടാത്ത ആളല്ലോ. സോ ഐ ലൈക്ക് ഇറ്റ്. കാണുമ്പോൾ ഉള്ള ഒരു
ലുക്സ് വെരി നൈസ്. ബാക്കിൽ നിന്ന് കാണലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ വണ്ടിയുടെ. ഓക്കെ, ദിസ് സിംഗിൾ ലൈൻ അതിന്റെ പുറമെ വെഹിക്കിൾസിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതുണ്ട്. പക്ഷെ അതിനെനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ലൈനില്ലേ എൽ ഷേപ്പ്, ആ ലൈൻ തിന്നാക്കി കൊടുത്തിട്ട് ആ ടെയിൽ ലൈറ്റിനെ മൊത്തത്തിൽ തിന്നാക്കിയിട്ടുണ്ട്. ആ ഒരു ട്രീറ്റ്മെന്റും നല്ലൊരു രസത്തിൽ ചെയ്യാൻ പറ്റും. 7 ഫേസ് ലിഫ്റ്റിൽ വന്നേക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ബാക്ക് സൈഡ് തന്നെയാണ്. റെയർ സൈഡ് ലുക്സ് ആ ചെറിയൊരു മാറ്റമാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് വെഹിക്കിളിന്റെ ആ ഒരു സ്ട്രക്ചറിനെ തന്നെ മാറ്റി കളഞ്ഞു. അല്ല, വേറെ ചേഞ്ച് കൂടെ ഉണ്ട്. അതിനൊരു അഡീഷണൽ ആയിട്ട് സാധനം വന്ന് താഴെയാണ്. എക്സോസ്റ്റിന് വീതി കൂടി ഉണ്ട്. മാസീവ് എക്സോസ്റ്റ്, വലിയ എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. ശരിക്കും ബാക്കിൽ നോക്കുമ്പോൾ വണ്ടി ആ ഒരു ചെറുതായ പോലെ വീതി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ചെറിയ ഒരു കോമ്പാക്റ്റ് ആയ ഫീൽ ആ എക്സോസ്റ്റ് കൂടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. ബൂട്ട് ഈ ഒരു സെഗ്മെന്റിൽ ഒരു ഈക്വൽ ബൂട്ടാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. അതേ ബൂട്ട് നമ്മളെ ഇഷ്ടംപോലെ നമ്മളെ ക്യാമറ ബാഗ്സും കാര്യങ്ങളുണ്ട്. എന്നിട്ടും അത്യാവശ്യം സ്ഥലമുണ്ട് എന്നുള്ളതാണ്. യെസ്, അതെ. പക്ഷെ ഡീപ്പ് അല്ല. അതിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു വണ്ടീനും ഡീപ്പ് അല്ല എന്ന് പറയാം. കാരണം ആ സ്പേസിൽ ഇതിന് തന്നെ വരുന്നൊരു കാര്യമുണ്ട്. ബാറ്ററീസ് ആണ്. ബൂട്ടിലാണ് ആ ബാറ്ററി വന്നിരിക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററി അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ആ സ്പേസ് പോയിട്ടുണ്ട്. സ്പേസ് സേവ് ടയർ എവിടെ വരുന്നത്? സ്പേസ് ടയർ ഇല്ല. വേണമെങ്കിൽ എക്സ്ട്രാ മാരി വാങ്ങി വെക്കണം. ഓ യെസ്, നമ്മൾ ആ കഴിഞ്ഞ വണ്ടിയിൽ കണ്ട. അബ്സല്യൂട്ട്ലി. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം എന്താ വെച്ചാൽ ഗ്ലോബലി യൂറോപ്പിലൊന്നും തന്നെ സ്പെയർ വീലിൻ്റെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ചെറിയ വോളത്തിന് വേണ്ടി അവർക്ക് സ്പെയർ വീൽ വെല്ലുണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് തന്നെ ഈ ഒരു മോഡൽ LE ആയതുകൊണ്ടും ഹൈബ്രിഡ് ആയതുകൊണ്ടും തന്നെ അതിൽ വന്നിരിക്കുന്ന ആ ഒരു സ്പേസ് ശരിക്കും ആ ബാറ്ററി പാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തും വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് അത്ര തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കുറച്ച് തിക്കായിട്ടുണ്ട്. ഷേപ്പും മാറി. പഴയൊരു ഹോക്കി സ്റ്റിക്കിന് ഒരു ഐസ് ഹോക്കി സ്റ്റിക്ക്, അതാണ് ഏറ്റവും അധികം കോൺട്രവേഴ്ഷ്യലായി നിന്നിരുന്നൊരു ഭാഗമായിരുന്നു. ആ ഒരു ക്രോം സ്ട്രിപ്പിന് പല വലിയ ജേർണലിസ്റ്റുകളും ലൈക്ക് ഗ്ലോബലി നോൺ ആൾക്കാരെല്ലാം തന്നെ ഹൈസ് ഹോക്കി സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്കത് പരിചയമില്ല. നമ്മളിവിടെ നാട്ടിൽ ഹൈസ് ഹോക്കി സ്റ്റിക്ക് ഇല്ല. നമുക്കുള്ള ഹോക്കി സ്റ്റിക്ക് കർവ് ചെയ്ത് വരുന്നതുകൊണ്ട് മനസ്സിലാകുന്നത്. എനിക്ക് പരിചയം കേട്ടോ, ഇദ്ദേഹത്തിന് ഇല്ലാത്തത് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കതിനെപ്പറ്റി കമാൻഡ് ചെയ്യാനില്ല. എനിവേ വേറെ ചേഞ്ച് കൂടെ ഉണ്ട്. അത് ആ സൈഡിലാണ്. ഇവിടെ ഫ്രണ്ടറിൻ്റെ മേലെ വന്നിരിക്കുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ സോക്കറ്റ്. അത് നമുക്ക് എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇന്ന് എനിക്ക് ഇതിൽ മറ്റൊരു ചേഞ്ച് അല്ല. ആക്ച്വലി ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ക്രോം എലമെൻ്റ് ആണ്. ഈ ഒരു കളറിൽ ക്രോം എലമെൻ്റ് ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു പോർഷൻ അല്ല, ഈ ഒരു പോർഷൻ സൈഡ് വ്യൂ മിററിൻ്റെ താഴെയുള്ള. അത് നല്ല അതാ പറഞ്ഞത്. കാര്യവിവരവും ലോകപരിചയം ഉണ്ടായിരിക്കില്ല, ഒബ്സർവേഷൻ ഉണ്ടാവണം. അതുപോട്ടെ. പിന്നെ 20 ഇഞ്ചിൻ്റെ വീലും, മൾട്ടി സ്പോക്ക് വീൽ, അമേസിങ് വീൽ. അപ്പോൾ അതും കൂടി ചേരുമ്പം ശരിക്കും ഒരു എലഗൻറ്റ് ഫീൽ ലഭിക്കുന്ന സൈഡ് പ്രൊഫൈലാണ്. സ്ട്രെയിറ്റ് ലൈനാണ് BMW 7 സീരീസിൻ്റെ എന്നും വന്നിരിക്കുന്ന ഒരു ഭാഗം. വീലിലായി പോയി 275 അല്ലേ? യെസ്, വീതി കൂടി ടയറാണ്. അപ്പം വീലിൻ്റെ മേലെ ഒബ്സസ്ഡ് ആണ്. കാരണം പണ്ട് മുതലേ അലോയ് വീലിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് BMW 7 സീരീസിൻ്റെ ഒരു എലമെൻ്റായി നിൽക്കുന്നത്. സാധാരണ കേവും ഡ്രോപ്പെല്ലാം നമ്മൾ മറ്റുള്ള മോഡൽ ഇപ്പോൾ S ക്ലാസ് ആണെങ്കിലും A8 ആണെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ BM ആ സ്ട്രെയിറ്റ് ആയിട്ട് ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലീൻ ഫോം ഉണ്ട്. അത് പല മോഡലും മാറിയെങ്കിലും 7 അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് എലമെൻറ്റും BMW ടിപ്പിക്കൽ എലമെൻറ്റാണ്. ലുക്സ് വെരി നൈസ്. സൈഡ് പ്രൊഫൈലിനൊന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെയർ 3/4. യെസ്, ആ ഒരു ഹിപ്പും പിന്നെ അതുപോലെ തന്നെ ആ ഒരു മാസ്കുലിൻ ലൈനും. ഫ്രണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ ഈ ഫ്രണ്ട് പറയാൻ. എനിക്കിഷ്ടമാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആ പ്ലഗ് ഇൻ ഹൈബ്രിഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഡ്രൈവിന് പോകണ്ടേ ഇനി? യെസ്, ഐ എം ഗോണ ഡ്രൈവ്. ഞാനത് ഓടിച്ചൊന്നും കുഴപ്പമില്ല. ഞാൻ തിരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. യെസ്, നീ i8 കണ്ടിട്ടില്ലേ? i3 കണ്ട ആ പ്ലഗ്, അതെ, ഇതിങ്ങനെ ക്ലിക്ക് പ്ലഗ് ചെയ്യും, റിലീസ് ചെയ്യും. ആ ഒരു ബട്ടൺ ഉണ്ടാവും, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കോഡിങ് ഉണ്ടല്ലോ. യെസ്, കളർ കോഡ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇലുമിനേറ്റും നമ്മുടെ കയ്യിൽ പ്ലഗ് ഇല്ല. കാരണം അത് സർവീസ് സ്റ്റേഷനിൽ ഞാൻ നേരത്തെ കണ്ടിരുന്നു. അവിടെ ഒരു ബോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, BMW ബോക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ബോക്സ്. അത് നമുക്ക് വണ്ടി ഓൺ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അഡീഷണലി വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ, ഓഫീസിൽ വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ കൊടുത്താൽ മതി. ഡിസ്റ്റിങ്ക്റ്റ് ആയില്ല ഒരു സൈഡിൽ കൊടുത്തത്. യെസ്, ബാക്കി എല്ലാവരും ഇതർ റിയറിൽ, പിന്നെ റേഞ്ച് റോവറിലോ ലാൻഡ് റോവറിലോ എല്ലാം ഫ്രണ്ടിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഇവർ ഈ ഒരു യെസ് പ്രൗഡ്ലി ഡിസ്പ്ലേയിങ്. എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത്, ഈ ഒരു പോർഷൻ കാണുമ്പം
ഒരു റിയർ എൻജിൻ കാർസിന് ഫ്രണ്ടിൽ പണ്ട് പോർഷയിലെല്ലാം കണ്ടില്ലേ, ആയി 3 കാറുകളെ പോകണം. അവിടെ വേറെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ചാനലിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മൾ റിയർ കാർസിൽ, റിയർ എൻജിൻ കാർസ് ലൈക്ക് പോർഷയിലെല്ലാം ഫ്രണ്ടിലായിരുന്നു ഫ്യൂൽ ക്യാപ്പ് വരാറുള്ളത്. യെസ്, അതിൻ്റെ ഒരു റിമൈൻഡർ. ഈവൻ BM തന്നെ SC10 ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു പോർഷനും കൂടെ ഓർമ്മ ഉണ്ട്. സോ ഇതെല്ലാം എക്സ്റ്റീരിയറിൽ കാര്യമായി ചേഞ്ച് ഉള്ളത്. കാര്യമായ വേറെ ചേഞ്ചസ് ഇൻറ്റീരിയറിൽ ചെറുങ്ങനാണെങ്കിൽ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇക്കണോമി സ്പോർട്ടാണല്ലോ. അപ്പോൾ ഹൈബ്രിഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഹൈബ്രിഡിൽ ഇപ്പോൾ നേരത്തെ കണ്ടു നമ്മൾ, ഇലക്ട്രിക്കൽ മാത്രം വന്നു 3 കിലോമീറ്ററിൽ. പക്ഷേ വേണ്ട സമയത്ത് എൻജിൻ ഓണായി. സോ ഒരാളിവിടെ ബോസ് ചമ്മഞ്ഞിരിക്കുകയാണ്, പക്ക ബോസ് ചമ്മയലാണ്. ദാറ്റ് ഇസ് എ ഷോഫർ പാക്കേജ് സീറ്റ്. എനിക്കൊരു ചെറിയൊരു പാര വരുന്നുണ്ട്, കുഴപ്പമില്ല. എൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ മിററിൽ. എനിക്ക് ലെഫ്റ്റിൽ ഒന്ന് കാണാം. കുലുക്കുന്നില്ലല്ലോ ആക്ച്വലി. ഇപ്പം നമ്മൾ നല്ലൊരു ടേൺ സീറ്റിംഗ്. ഞാനിപ്പോൾ ഫുൾ ഷോഫർ മോഡിലാക്കി. ഫ്രണ്ട് ലെഫ്റ്റ് പാസഞ്ചർ സീറ്റ് കംപ്ലീറ്റ് മുന്നോട്ട് പോയി. അതിനെ ഇരുന്ന് മുന്നോട്ട് പോയി. അത് ഈ സീറ്റ് ബാക്കിലുള്ള സീറ്റ് ഒന്നും കൂടെ ഒന്ന് ബാക്ക് ചെരിഞ്ഞു. സീറ്റ് ഒന്ന് പൊങ്ങി ഫ്രണ്ടിലേക്ക് വന്നു. ഇതൊന്നും നമുക്ക് ഈ ഷോഫർ പാക്കേജിലാക്കുമ്പോൾ മാത്രമേ ഇത്രയും എക്സ്റ്റൻസീവ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഈ സീറ്റ് പുറകോട്ട് വരില്ല അല്ലേ? യെസ്. സോ അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷോഫർ പാക്കേജിൽ എർഗണോമിക്കലി നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ റിക്ലൈനിങ് വരുന്നത്. സാധാരണ റിക്ലൈനിങ് ഉണ്ടെങ്കിലും കുറച്ച് റിക്ലൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. പിന്നെ അതിൻ്റെ പുറമെ ഇതിൻ്റെ കൂടെ തന്നെ ആക്ച്വലി സ്ക്രീനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബോസ് എന്ന നിലയിൽ ശരിക്കും നിനക്ക് നല്ലൊരു ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നോർമലി ഉള്ളതിനേക്കാളും 7 സീരീസിൽ 4 സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. നേരത്തെ എല്ലാം തന്നെ റെയർ മാത്രമായിരുന്നു. അത് ഞങ്ങൾ പ്രീ ഫേസ് ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം വന്നിരിക്കുന്ന ഒരു റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ്സാണ്. ഗ്ലാസ് മുമ്പത്തേക്കാളും ഡബിൾ ഗ്ലേസ്ഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള നോയ്സ് ക്യാൻസലേഷൻ കൂടിയിട്ടുണ്ട്. ഇത് ബാക്കിലുള്ള ഉടമസ്ഥന് ഉപയോഗിക്കാനുള്ള ടാബ്ലറ്റ് ആണ്. ഓൺലി തിങ് ഒരു കമന്റ് ഉള്ളത് സാംസങ്ങിന്റെ ടാബ്ലറ്റ് ആയിരുന്നു. അതും ഇറ്റ് ഈസ് ലൈക്ക് ഒരു പഴയ ജനറേഷൻ തിക്ക് ആയിട്ടുള്ള ഒരു സ്ലാബ്. സോ അൺആക്സെപ്റ്റബിൾ. അല്ല, അതിലേക്ക് ഞാനൊരു അഡിഷൻ പറയാം. സാംസങ്ങും BMW തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ട്. BMW ബാറ്ററി സപ്ലൈസ് സാംസങ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗ്രാഫിക് ക്വാളിറ്റി എല്ലാം നന്നായിട്ടില്ലേ? ടച്ചും സെൻസിറ്റീവ് ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയുക, ഹൈഡ്രാൻ്റെ ഒരു ക്വാളിറ്റിയും എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഐ എം റിയലി എൻജോയിങ് ദിസ് പവർ ട്രെയിൻ. പിന്നെ ഈ മേളത്തെ ഗ്ലാസ്സിൽ നിന്ന് അധികം ചൂട് താഴേക്ക് ഇറങ്ങുന്നില്ല അല്ലേ? ഇല്ല, അതിന് ഒരു ചെറിയൊരു ലാമിനേഷൻ വരുന്ന അൾട്രാവയലറ്റ് ലാമിനേഷൻ ഉണ്ട്. എൻ്റെ പുറമെ നിങ്ങൾക്ക് ഈ ഡോട്ട്സ് കാണുന്നില്ലേ? അത് നമ്മൾ കഴിഞ്ഞ തവണ 760Li കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആംബിയൻ ലൈറ്റിങ്ങിന് വരുന്ന ഒരു സപ്പോർട്ട്. നമുക്ക് ഈ പകലിൽ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. രാത്രി ഒന്ന് ഡ്രൈവിന് പോകണമെങ്കിൽ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇത്രയും നേരം വളരെ ഡീസൻ്റ് ആയിട്ട് ഹൈബ്രിഡ് മോഡിലല്ല പോയത്. ഞാൻ ഇനി കുറച്ച് ഇൻഡീസൻറ്റ് ഡ്രൈവർ ആകുമ്പോൾ എന്നാലും ബാക്കിലേക്ക് വലുതായിട്ടൊന്നും ഇല്ല. വലുതായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഞാൻ ശരിക്കും ഇവിടെ
സ്പോർട്സ് കാർ ലൈക്സ് ഫീലാണുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. സോ BMW എന്ന് പറഞ്ഞാൽ ഇതാണ് ത്രിൽ ഓഫ് ഡ്രൈവിംഗ്. അപ്പം അതിന് പറ്റിയൊരു പവർ ട്രെയിൻ ആണ്. ഇതിൻ്റെ കമ്പൈൻഡ് പവർ ഔട്ട്പുട്ട് വരുന്നത് 285 HP പവറാണ് പെട്രോളിൽ വരുന്നത്, പ്ലസ് 136 പവറും കൂടി ഇലക്ട്രിക് വരുമ്പോൾ ഏകദേശം 400 അടുത്ത പവർ വരുന്നുണ്ട്. 600 Nm ടോർക്കും ഉണ്ട്. സോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല പവർഫുൾ പവർ ട്രെയിനാണ് വരുന്നത്. 8 സ്പീഡ് ZF ഗിയർ ബോക്സ് ആണ്. ZF ഗിയർ ബോക്സ് നമുക്കറിയാം വളരെ അധികം പ്രൂവൺ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്, എസ്പെഷ്യലി BMW. പിന്നെ എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഈ റെസ്പോൺസ് ആണ്. അത് ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. എൻ്റെ എഫിഷ്യൻസി ആണ് ഇനി ഏറ്റവും വലിയ സംഗതി പറയാനുള്ളത്. ഇത്രയും വലിയ കാറിൻ്റെ എഫിഷ്യൻസി എത്ര ഗസ് ചെയ്യാൻ പറ്റും? 20 ഡബിൾ 40. യെസ്. 39.53 ആണ് ഇവർ ക്ലെയിം ചെയ്യുന്ന എഫിഷ്യൻസി. 40 കിലോമീറ്ററോളം ആണ് പറയുന്നത്. അത് കമ്പൈൻഡ് ആണ്. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് നല്ലത്. എന്നാലും നോർമലി ഇപ്പോൾ നമ്മൾ ഒരു 7 സീരീസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സിറ്റിയിലും ഹൈബ്രിഡ് എല്ലാം വെച്ച് വരുമ്പോൾ ആ ഒരു എഫിഷ്യൻസി കിട്ടുന്നതാണ് ക്ലെയിം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ അടുത്ത് എന്തായാലും കിട്ടുന്നു. അതെ, കാരണം നമുക്ക് രാവിലേക്ക് ഫീൽ ചെയ്ത് തീരെ പവറില്ലാത്ത പോലെ ഹൈബ്രിഡിൽ വരുമ്പോൾ. പക്ഷെ അത് മതി കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ടൂറിംഗ് യൂസ്ഫുൾ ഒക്കെ ആണെങ്കിൽ അടിപൊളി. അത് അതിന്റെ ആവശ്യമുള്ളൂ. ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യത്തിൽ. പ്രധാന പ്രശ്നം ഈ ഒരു ടേണിംഗിൽ കിട്ടുന്ന ഒരു കാര്യം പറയട്ടെ, ബാക്കിലത്തെ ടയർസ് തിരിയുന്നില്ല. യെസ്, ആക്റ്റീവ് സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഈ ഒരു ചെറിയ സ്ഥലത്ത് തിരിക്കാൻ പറ്റിയ ടൗണിൽ വെച്ച് കിട്ടി. നിങ്ങൾ എടുത്ത് പോയി, ഞാൻ പുറകെ എത്തും വെച്ച് പാടുപെടുന്ന വെച്ചു. പക്ഷെ എളുപ്പം തോന്നി. ഇനി അതിന്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ സ്ലോ സ്പീഡിലാണ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിയാം. ഈ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ലൈക്ക് 60+ പോകുമ്പോൾ നമ്മൾ സ്റ്റിയർ ചെയ്യുന്ന സൈഡിലേക്ക് തന്നെയാണ് ഈ സ്റ്റിയറിംഗ് തിരിയുക. അപ്പോൾ അത് കുറെ കൂടി സ്റ്റേബിൾ ആക്കാൻ പറ്റും, സ്റ്റെബിലിറ്റി കൂട്ടുന്ന പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സിൽ നല്ല മാറ്റം ഉണ്ടാവും. എനിവേ ഗൈസ്, ശരിക്കും നിങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് BMW 745 LE. ഞങ്ങളൊന്ന് ഇവിടെ സൈഡ് ആക്കുകയാണ്, ജസ്റ്റ് നിർത്തിയിട്ട് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അമേസിംഗ് കാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഹൈബ്രിഡ് എനർജി എനിക്കിത് ആദ്യം കിട്ടണമെന്നുണ്ടായിരുന്നു, കിട്ടുകയും ചെയ്തു. ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. അതിലേറെ 745 LE നമ്മളന്ന് ഓൺലൈനിൽ നമ്മളൊരു ചെറിയൊരു വാക്ക് അറൗണ്ട് ഇട്ടപ്പോൾ കിട്ടിയ റെസ്പോൺസ്. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 സീരീസ് ഈ അടുത്ത് കാണിച്ച ഉടനെ തന്നെ ഇത് കൊണ്ടുവരുന്നത്. വി ഓൾസോ ലവ് 7 സീരീസ്. ഐ പേഴ്സണലി റിയലി ലവ് 7 സീരീസ്. എനിക്ക് പൊതുവേ ഫ്ലാഗ്ഷിപ്പ് കാർസിനോട് വലിയ ഇഷ്ടമാണ്. അതിന് 2-3 കാരണമുണ്ട്. ഇന്നും ഐ ഫീൽ സ്റ്റിൽ ദ സിഡാൻ ഫോം, ലിമോസിൻ ഫോം ആസ് ദ മോസ്റ്റ് എലഗന്റ് ഫോം. ഇറ്റ് മേ ബി, ബട്ട് എനിക്കിപ്പോഴും ഐ ഫീൽ ദ സെഡാൻ കാർ, ആ എൻട്രി ലെവൽ സെഡാൻ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും എൻ്റെ ദി മോസ്റ്റ് ഫേവറേറ്റ് കാർ ഓഫ് ഓൾ ടൈം M3, E46 സീരീസ് M3. അല്ല, അതിലെനിക്ക് അവനായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഐ സ്റ്റിൽ ലവ്. ബട്ട് വൺ തിങ്, ഞാനൊരു പോയിന്റ് പറഞ്ഞുതരാം. BMW ചീഫ് ഡിസൈനറായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഗ്രില്ല് ക്രിയേറ്റ് ചെയ്തു? അപ്പോൾ അതിൻ്റെ ഒരു റീസൺ, നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറയുമ്പോൾ ഗ്രില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും 2 ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ആ ഒരു ഒപ്പീനിയൻ്റെ കാര്യം തന്നെയാണ് ഒന്ന്. കാരണം ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ട്രെൻഡ്. എനി മാർക്കറ്റിംഗ് ഇസ് ഗുഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ആ രീതിയിൽ ഗ്രില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇറ്റ്സ് എ ടോക്കിംഗ് സബ്ജക്റ്റ്. അപ്പോൾ ഒരു 7 സീരീസിനെ പറ്റി ആര് സംസാരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ദാറ്റ് കംസ് ടു ദി ഹെഡ് ഇസ് ദി ഗ്രിൽ. അതിന് കാരണം എന്താ അറിയാം? കാരണം ഇവർക്ക് ഏറ്റവും ചാലഞ്ച്, ഏതൊരു മാനുഫാക്ചറിന് ഏറ്റവും ചാലഞ്ച് ഉണ്ടാകുന്നത് ഫ്ലാഗ്ഷിപ്പ് മോഡൽ, പ്രത്യേകിച്ച് സിഡാൻ ഉണ്ടാക്കാൻ. കാരണം ആ ഒരു ഫോം, എസ്പെഷ്യലി ആ ഒരു ഫോം റീറ്റെയിൻ ചെയ്യുമ്പം ഉണ്ടാകുന്ന ചാലഞ്ച്, ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ആണ് ഇവർ ചെയ്തത്. ഇവരത് പറയുന്നത് അതൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ഗ്രില്ലിൽ തുടങ്ങി ഗ്രില്ലിൽ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത്, ദിസ് ഗ്രിൽ വിൽ ഗ്രോ ഡെഫിനറ്റ്ലി. ആൻഡ് നമ്മളിത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്. BMW cars will have huge grill in the front. So the grill of driving എന്ന് ഇനി നമുക്ക് ടാഗ് ലൈൻ മാറ്റാം തമാശക്ക്. With that we conclude here. Hope you guys really had a good fun with this 745 LE. We literally had നമ്മളൊരു നല്ല റോളർ കോസ്റ്റർ ചെയ്തു. What about you, man? Definitely enjoying this. രാവിലെ ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി. ബാക്ക് സീറ്റിൽ ഇരുന്നപ്പോഴും എനിക്ക് ഇറ്റ്സ് കംഫർട്ടബിൾ അല്ലേ? ഓക്കെ, ഞാൻ അധികം പറയുന്നില്ല. സോ നമ്മൾ അടുത്ത വെച്ച് കാണുന്നവരെ നമുക്ക് അടുത്ത നല്ല സേഫ് ഡ്രൈവും കാര്യമെല്ലാം എൻജോയ്. നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. എന്താണെങ്കിൽ ഈ ഫണ്ടെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, സേഫ്റ്റിയാണ്. സോ ബി സേഫ് ഓൺ ദ റോഡ് ആൻഡ് എൻജോയ് യുവർ വീക്കെൻഡ് ആൻഡ് വീലിംഗ്. This is me, Nandu. And I'm Hani. Signing off.
Thank you. ബൈ. ഓക്കെ ഗൈസ്. വീണ്ടും